ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഡൽഹി ഭീകരാക്രമണത്തെ അപലപിച്ച് കേന്ദ്രമന്ത്രിസഭ ദേശവിരുദ്ധ ശക്തികളാണ് സ്ഫോടനത്തിന് പിന്നിലെന്ന് മന്ത്രിസഭ ചൂണ്ടിക്കാട്ടി. ഇവരെ കണ്ടെത്താനും നിർദ്ദേശം നൽകി. ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സാഹചര്യങ്ങൾ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗത്തിന് പിന്നാലെയായിരുന്നു പ്രതികരണം. The cabinet unequivocally condemns this dastardly and cowardly act that has led to the loss of innocent lives. The cabinet reiterates India's unwavering commitment to a policy of zero tolerance towards terrorism in all its forms and manifestations. The cabinet also recorded its appreciation for the statements of solidarity and support from many governments around the world. ഈ ബസന്തുണ്ട് വിവരങ്ങളായി. ബസന്ത്, എന്തൊക്കെയാണ് യോഗത്തിൽ ചർച്ചയായത്? എന്തൊക്കെ തീരുമാനങ്ങളിലേക്കാണ് പോകുന്നത്? ദിവിഷ്, ഇത് കേന്ദ്ര മന്ത്രിസഭയുടെ തന്നെ യോഗമായിരുന്നു. സുരക്ഷാകാര്യ ഉപസമിതി മാത്രമല്ല ചേർന്ന് കേന്ദ്ര മന്ത്രിസഭയാണ് ഇപ്പോൾ ഇത് ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി തന്നെയാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കേന്ദ്ര മന്ത്രിസഭ പാസാക്കിയ പ്രമേയത്തിലെ വാചകം ഇതാണ്: ദ കൺട്രി കണ്ടംസ് ദ ടെററിസ്റ്റ് ആക്ടിവിറ്റി എന്ന് തന്നെയാണ്. അതായത് ഭീകര ആക്രമണം തന്നെയാണ് എന്ന് തന്നെയാണ് കേന്ദ്ര മന്ത്രിസഭ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇതിനെതിരെ കർക്കശമായ നടപടിയെടുക്കും എന്ന് തന്നെയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ദേശവിരുദ്ധ ശക്തികളാണ്. ഇവരെ കണ്ടെത്താനുള്ള നടപടികൾ വേഗത്തിലാക്കണം എന്ന് അന്വേഷണ സംഘത്തോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച പ്രമേയത്തിൽ പറയുന്നുണ്ട്. അതായത് ഇത് ഭീകരവാദം തന്നെയാണ്, അല്ലെങ്കിൽ ഭീകരവാദ നീക്കം തന്നെയാണ് എന്ന് തന്നെയാണ് കേന്ദ്ര മന്ത്രിസഭ ഈ സംഭവത്തെ വിലയിരുത്തുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെയോ കുറ്റപ്പെടുത്തുന്നതിൽ നിന്നും മാറി നിൽക്കുന്നു മന്ത്രിസഭ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ പെഹൽഗാമുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഒരു സംഘടനയെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതോടൊപ്പം ഇതിന് പിന്നിൽ പാകിസ്ഥാനാണെന്നുള്ള ആരോപണവും ഇന്ത്യ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ ഇത്തവണ അത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. വളരെ കരുതലോട് കൂടി തന്നെയാണ് ഇതൊരു ടെററിസ്റ്റ് ആക്ടിവിറ്റി തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ദേശവിരുദ്ധ ശക്തികൾ എന്ന് പറയുന്നു. ഇവർക്കെതിരെ നടപടി കർക്കശമാകും. ഭീകരതയ്ക്കെതിരെ യാതൊരു വിധത്തിലുള്ള സന്ധിയുമില്ല എന്നും കേന്ദ്ര മന്ത്രിസഭ ഇപ്പോൾ അംഗീകരിച്ച പ്രമേയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ കർക്കശമായ നിലപാടെടുക്കാനാണ് കേന്ദ്ര മന്ത്രിസഭ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം പരിക്കേറ്റവർ വേഗത്തിൽ പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ് കേന്ദ്ര മന്ത്രിസഭയുടെ പ്രമേയം അവസാനിക്കുന്നത്. രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ഭീകരവാദ നീക്കം തന്നെയാണ്, അല്ലെങ്കിൽ ഭീകരാക്രമണം തന്നെ എന്ന് കേന്ദ്ര മന്ത്രിസഭ പറയുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു സംഘടനയെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. അത് ഒരു പക്ഷേ അന്വേഷണത്തിൻ്റെ പരിധിയിലിരിക്കുന്ന വിഷയമായതിനാലാകാം അക്കാര്യത്തിൽ ഒരു നിലപാട് കേന്ദ്ര മന്ത്രിസഭ എടുക്കുന്നില്ല. ഏതെങ്കിലും ഒരു രാജ്യത്തെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പരാമർശവും കേന്ദ്ര മന്ത്രിസഭയുടെ പ്രമേയത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായ വസ്തുത. ദിവിഷ്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണ ഏജൻസി ഔദ്യോഗികമായി എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തുവിടുന്നുണ്ടോ? ഈ കാറ് പുതിയതായി കണ്ടെത്തിയതും പിന്നീട് മറ്റെവിടെയെങ്കിലും പരിശോധന നടത്തിയതും സ്ഫോടക വസ്തുക്കളൊക്കെ കണ്ടെത്തുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഇപ്പോൾ രണ്ടാമത്തെ കാർ, അതായത് ഉമർ മുഹമ്മദ് ഒരു ഹരിയാന രജിസ്ട്രേഷൻ വണ്ടിക്ക് പുറമെ മറ്റ് ഒരു കാർ കൂടി വാങ്ങിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. നമ്മളിന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്ത 2 കാറുകൾ വാങ്ങി എന്നുള്ളൊരു സംശയം ഡൽഹി പോലീസിനുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒരു കാറ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. ഫരീദാബാദിലെ ഒരു ഫാം ഹൗസിൽ നിന്നും ഡൽഹി രജിസ്ട്രേഷനിലുള്ള ഒരു ഫോർഡ് ഇക്കോ സ്പോർട്ട് വണ്ടിയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ആ ഫാം ഹൗസിൽ ഈ വണ്ടി ഉണ്ടായിരുന്നു. മാത്രമല്ല അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും ഉമർ മുഹമ്മദിൻ്റെ പേരിലാണ്. ഒരു കാറ് കൂടി ഉണ്ടോ എന്നൊരു സംശയം ഡൽഹി പോലീസിനുണ്ട്. കാരണം ആ ഹരിയാന രജിസ്ട്രേഷൻ വണ്ടിയുമായി ഫരീദാബാദിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ ആ വാഹനത്തിൽ 3 പേർ ഉണ്ടായിരുന്നു എന്ന CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ 2 പേരെ എവിടെയാണ് ഇറക്കി വിട്ടത്, അവരെവിടെ ഉണ്ട്, അവർ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും വാഹനങ്ങൾ, സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനങ്ങളുമായി എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്നുള്ളൊരു സംശയമായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. അതിൽ ഒരു കാറ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഫരീദാബാദിലെ ഫാം ഹൗസിൽ നിന്നാണ് ഈ വാഹനം കണ്ടെടുത്തത്. NSGയുടെ സംഘം ഇപ്പോൾ ഈ ഫരീദാബാദിലെ ഖണ്ഡാവാലിയിലുള്ള
ഈ ഫാം ഹൗസിൽ എത്തിയിട്ടുണ്ട്. NSCയുടെ ആൻറ്റി ബോംബ് സ്ക്വാഡാണ് അവിടെ എത്തിയിരിക്കുന്നത്. അതായത് ഇതിൽ സ്ഫോടക വസ്തുക്കൾ വല്ലതുമുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അവ നിർവീര്യമാക്കുന്നതിന് വേണ്ടിയാണ് NSCയുടെ ഈ ബോംബ് സ്ക്വാഡ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് രാത്രിയും മറ്റ് ഏതെങ്കിലും ഒരു കാർ കൂടി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം തുടരും എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വൃത്തങ്ങൾ. അൽഫല യൂണിവേഴ്സിറ്റി ഇതിന്റെ ഒരു കേന്ദ്രമായി മാറിയത് എങ്ങനെയെന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസി മനസ്സിലാക്കുന്നത്? ഒരു ഡോക്ടറെ, കശ്മീർ സ്വദേശിയായ ഒരു ഡോക്ടറെ ഈ സംഭവത്തിന് ശേഷം കാണാനില്ല എന്ന തുടങ്ങിയ വിവരങ്ങളുമുണ്ട്. ഡോക്ടർ ഹസൻ, എന്തൊക്കെയാണ് ഈ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു ലാബായി മാറിയത്? അൽഫല യൂണിവേഴ്സിറ്റി ഔദ്യോഗികമായിട്ട് ഈ പിടിക്കപ്പെട്ടവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ജോലി ചെയ്തിരുന്നവർ ചെയ്ത നടപടികളുമായി അവർ അകലം പാലിക്കുകയാണ്. ഈ അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഏതാനും പേർ ഇക്കാര്യത്തിൽ, അതായത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അവിടെ ജോലി ചെയ്തിരുന്ന ഡോക്ടർമാർ, അവിടെ പഠിപ്പിച്ചിരുന്നവർ, ഇപ്പോൾ ഇവർക്ക് പേരിലുള്ള അന്വേഷണങ്ങൾ ശക്തമാക്കാൻ നടപടിയുണ്ട്. ഇന്ന് രാവിലെ NIAയുടെ സംഘം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വൈകിട്ട് NIAയുടെ മറ്റൊരു സംഘം കൂടി അവിടെ വരികയും വിശദമായ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 52 പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. 6 സ്റ്റാഫ് അല്ലെങ്കിൽ ജീവനക്കാരെ ഡിറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് വിശദമായ ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അതിനിടയിലാണ് ഒരു ഡോക്ടർ കൂടി, അല്ലെങ്കിൽ അവിടെ പഠിപ്പിച്ചിരുന്ന മറ്റൊരാൾ കൂടി ഇപ്പോൾ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലുള്ള മുങ്ങി എന്നുള്ളൊരു സൂചനയാണുള്ളത്. ഏതായാലും അന്വേഷണം ശക്തമായ ദിശയിൽ തന്നെയാണ് നീങ്ങുന്നത്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച മറ്റ് വ്യക്തമായ വിവരങ്ങൾ പുറത്തുവരും. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു ടെറർ മോഡ്യൂൾ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകളൊക്കെ ഉള്ളത്, അതായത് വിവരങ്ങളൊക്കെ തന്നെ ഉള്ളത്. ഈ സംഘത്തിൻ്റെ തന്നെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുകൾ അല്ലെങ്കിൽ ഇവരുടെ തന്നെ സഹായത്തോടെ, അല്ലെങ്കിൽ ഈ ടെറർ മോഡ്യൂളിൻ്റെ, പ്രത്യേകിച്ചും ഡോക്ടർ ഷഹീനയുടെ സഹായത്തോടെ വലിയ സാമ്പത്തിക സഹായം ഷഹീനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഏകദേശം 40 ലക്ഷത്തോളം രൂപ ഇവർ പല സ്ഥലങ്ങളിൽ നിന്നായി പിരിച്ച് അല്ലെങ്കിൽ കളക്ഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പോലീസിനുണ്ട്. അത് ഇതിനായി ഫണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നവർ. അല്ലെങ്കിൽ ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ, അല്ലെങ്കിൽ ഇത്രയും വലിയ തൂക്കത്തിലുള്ള ഈ സ്ഫോടക വസ്തു ശേഖരിക്കാൻ സാധിക്കില്ല എന്നാണ് പോലീസിൻ്റെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുടെയൊക്കെ വിലയിരുത്തൽ. മാത്രമല്ല ഈ കാറുകൾക്ക് വേണ്ടിയുള്ള പണം മുടക്കൽ, അപ്പോൾ ആ തരത്തിലുള്ള ഒരു നീക്കമാണ്. അപ്പോൾ ഇതിൽ മറ്റൊരു വിഷയമുള്ളത്, വളരെ മുമ്പ് നടന്ന മുംബൈ സ്ഫോടനത്തിൻ്റെ മാതൃകയിൽ ഒരു ആക്രമണമാണോ ഇവർ ആലോചിച്ചിരുന്നത് അല്ലെങ്കിൽ പദ്ധതി ഇട്ടിരുന്നത് എന്നുള്ളൊരു സംശയം ഇപ്പോൾ വരുന്നു. റെഡ് ഫോർട്ട് റിപ്പബ്ലിക് ദിനത്തിൽ അത്തരത്തിലൊരു ആക്രമണം ആസൂത്രണം ചെയ്തതായിട്ടുള്ള സംശയമാണ് പുറത്തു വരുന്നത്. ശരി, ബി ബസ് എന്നാണ് വളരെ വിശദമായ വിവരങ്ങൾ നൽകിയത്.